റിയൽ സ്റ്റോറി മൂവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ ഇന്നലെ പറഞ്ഞ വിശേഷത്തിന്റെ ബാലൻസ് കഥയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയും വൈജയും ഒരു 24 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ്. കണ്ടുമുട്ടുക മാത്രമല്ല, പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബബിതയും സ്റ്റാൻലിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതെന്താണ്, അവർക്കിടയിലുള്ള ബന്ധം എങ്ങനെ നമ്മുടെ സ്റ്റാൻലി ബബിതേനെ പരിചയപ്പെട്ടു, ഇത്രയും ഡീപ് ബന്ധമാകാനുള്ള കാരണം എന്താണ്, അങ്ങനെ നൂറുകൂട്ടം സംശയങ്ങളാണ്. അതുമാത്രമല്ല, താനും സ്റ്റാൻലിയും പണ്ടുണ്ടായിരുന്ന ബന്ധം ഇനി ബബിത അറിഞ്ഞോ എന്നൊക്കെ ഒരു ചെറിയ സംശയം ഉണ്ട്. അപ്പം ഈ സംശയം എല്ലാം നമ്മുടെ വൈജയ്ക്ക് തീർക്കണമല്ലോ. അതുകൊണ്ട് ബബിതേനെ നേരെ കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തിയ നമ്മുടെ വൈജ ബബിതേനെ ചോദ്യം ചെയ്യുകയാണ്. നീ എങ്ങനെയാണ് സ്റ്റാൻലിയുമായിട്ട് പരിചയപ്പെട്ടത്, എത്ര ദിവസമായി നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കൂട്ട് തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബബിത കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ അലീന ചേച്ചിയുടെ വീട്ടിലാണല്ലോ പോയി നിന്നത്. അലീന ചേച്ചി ജോലി ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റാൻലി പപ്പയുടെ വീട്ടിലാണ്. അപ്പൊ സ്റ്റാൻലി പപ്പയോ, നീ എന്തിനാ പപ്പ എന്നൊക്കെ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മുടെ ബബിത പറഞ്ഞു, പപ്പ എന്ന് വിളിക്കാൻ കാരണം അലീന ചേച്ചി പപ്പ എന്നാ വിളിക്കുന്നത്, സ്റ്റാൻലി പപ്പ എന്നാ വിളിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാനും പപ്പ എന്ന് വിളിക്കുന്നു. അല്ല, ഒരു സെർവന്റ് ആയിട്ടുള്ള അവള് എന്തിനാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ മുതലാളിനെ പപ്പ പപ്പ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പം, അല്ല, ഇവിടെ വന്നിട്ട് നമ്മുടെ അച്ഛനെ അച്ഛൻ എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് അലീന ചേച്ചി. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ളവരെ ആയിട്ട് ഒരു ബന്ധമുണ്ട് അലീന ചേച്ചിക്ക്. അപ്പൊ അതുകൊണ്ട് പപ്പ പപ്പ എന്നൊക്കെ വിളിച്ചു. മാത്രമല്ല, അലീന ചേച്ചി ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം, കണക്കും കാര്യങ്ങളും എല്ലാം നോക്കുന്നതും അലീന ചേച്ചി തന്നെയാണ്. അലീന ചേച്ചിയാണ് അവിടുത്തെ ഒരു അധികാരി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറഞ്ഞു, ഓ, ഇവക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു, ഇവള് ഏത് വീട്ടിൽ ചെന്നാലും ഇവൾ ഇങ്ങനെയാണല്ലോ, ഏത് വീട്ടിൽ ചെന്നാലും അവിടെ അവള് പിടിച്ചടക്കമാണല്ലോ ഭരണം. ഓ, അവളെ സമ്മതിക്കണം അല്ലേ ശിവേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കര മേനോന് കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ശിവശങ്കര മേനോൻ പറഞ്ഞു, അവക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു കഴിവുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. ഇപ്പൊ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അലീനയാണെങ്കിൽ അതിനുള്ള പ്രാപ്തി അവക്കുള്ളത് കൊണ്ടല്ലേ വൈജ അവക്ക് അങ്ങനെ ഒരു ഇത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് അവൾ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു, കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവൾ അവിടുത്തെ രക്ഷാധികാരി ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു കഴിവ് അവക്ക് ഉള്ളത് കൊണ്ടാ. നിനക്ക് അവളെ ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവളെ ഇഷ്ടമില്ലായ്മയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, ഇതേ അവളുടെ കഴിവൊന്നും അല്ല, അവളെ ഒരു അഴിഞ്ഞാട്ടക്കാരിയാ. അതുകൊണ്ട് തന്നെയാ അവൾ ഇവിടെ കാണിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. അതുപോലെ തന്നെ അവിടെ ആ സ്റ്റാൻലി എന്ന് പറയുന്ന അങ്ങേരെ അവള് വളച്ചെടുത്ത് കാണുമായിരിക്കും, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ബബിതയ്ക്ക് നല്ല കലി വന്നു. ബബിത പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ വെറുതെ അലീന ചേച്ചിനെ കുറ്റപ്പെടുത്തുന്നത്? അലീന ചേച്ചി ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ ഇപ്പൊ അലീന ചേച്ചി അവിടെ ആരായാലും എന്താ കുഴപ്പമിരിക്കുന്നത്? മാത്രമല്ല, ഞാൻ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന അയാളെ പപ്പാന്ന് വിളിച്ചെന്ന് ഓർത്തോണ്ട് വലിയ കുഴപ്പമുണ്ടോ? അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരാളെ നമുക്ക് അങ്കിൾ എന്ന് വിളിക്കാം, പപ്പയെന്ന് വിളിക്കാം, ചേട്ടാന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതല്ല നമ്മൾ ഒരാളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ, നീ അങ്ങനെ കണ്ടവരെ കയറി പപ്പാന്നും കുപ്പാന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അലീന ചിലപ്പം പപ്പാന്നൊക്കെ വിളിക്കും, കാരണം അവൾ അങ്ങനെയാണല്ലോ. അവക്ക് സ്വന്തമായിട്ടൊരു പപ്പയോ അമ്മയോ അതുപോലെ തന്നെ സഹോദരങ്ങളോ ഇല്ലാത്തത് കൊണ്ട് കാണുന്നവരൊക്കെ അവൾക്ക് പപ്പയായിരിക്കും, സഹോദരങ്ങളായിരിക്കും, ചേച്ചിയായിരിക്കും, അനിയനൊക്കെ ആയിരിക്കും. പക്ഷെ നിനക്കതിന്റെ കാര്യമില്ല. കാരണം നീ ഇവിടെ അന്തസ്സായിട്ട് ജനിച്ചു വളർന്ന, നിനക്കൊരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ തന്നെ നിനക്ക് സഹോദരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ കൂടുതൽ അങ്ങനെ ആരെയും വിളിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, അമ്മയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുണ്ടല്ലോ ഇപ്പോഴും, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുട്ടിയുടെ ഒരു വിവരവും ബോധവും ഉള്ളൂ അമ്മയ്ക്ക്. ഇതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു തന്നിട്ട് ഇനി എന്തിനാ? അതുകൊണ്ട് എനിക്ക് ഇത് പ്രത്യേകിച്ച് ഇപ്പം അമ്മയോടൊന്നും പറയാനില്ല. പിന്നെ സ്റ്റാൻലി പപ്പയും അലീന ചേച്ചിയും തമ്മിലുള്ള ബന്ധമൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഇതൊന്നും യോഗ്യതയൊന്നും അമ്മയ്ക്കില്ല. അവര് തമ്മിലുള്ള ബന്ധം അത് നമ്മുടെ ഈ വെള്ളമില്ലേ, തെളിനീര് വെള്ളം, അതുപോലെയാണ് അവര് തമ്മിലുള്ള ബന്ധം. അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മ എല്ലാ ബന്ധത്തിനും ഓരോ പേര് ചുമത്തി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധര മേനോൻ അല്ല, സോറി, ശിവശങ്കര മേനോൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ശിവശങ്കര മേനോനോട് നമ്മുടെ വൈജ പറയാൻ തുടങ്ങി, ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എനിക്കൊരു വല്ലാത്ത സംശയമുണ്ട് ശിവേട്ട, ബബിത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ എന്നോട് സംസാരിക്കുന്നത് എന്ന്. ഞാനും സ്റ്റാൻലിയും തമ്മിൽ 24 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബന്ധം, അതെന്തായിരുന്നു എന്ന് ബബിത മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇപ്പൊ അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവശങ്കര മേനോൻ പറഞ്ഞു, ഇല്ല, നീ അത് ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട. അങ്ങനെയാണ് എങ്കിൽ ബബിത ഇങ്ങനെയല്ലായിരുന്നു സംസാരിക്കേണ്ടത്. ഇതിപ്പം
ഈ പറയുന്ന സ്റ്റാൻലി എന്ന് പറയുന്നത് ആള് ആരാണെന്നോ എന്താണെന്നോ ഒന്നൊന്നും അറിയാതെ ആയിരിക്കാം ബാലചന്ദ്ര മേനോൻ അവിടെ കൊണ്ടുപോയി അലീനനെ ആക്കിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ. അവള് നീ പറയുന്ന പോലെ എല്ലാവരെയും മയക്കാനുള്ള കഴിവ് ചിലപ്പോൾ അവൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അലീന സ്റ്റാൻലിയും തമ്മിലുള്ള ബന്ധം അവിടെ വളർന്നു. ഇപ്പം നമ്മുടെ അലീനയുടെ വീട്ടിലാണ് ബബിത പോയി നിൽക്കാൻ ചെന്നത്. അപ്പം അലീനയുടെ സഹോദരിയെ പോലെ അല്ലെങ്കിൽ അലീനയുടെ ബന്ധം റിലേഷൻ ആണല്ലോ ഈ പറയുന്ന ബബിത. അപ്പം ആ ഒരു രീതിയിൽ കണ്ടു, സംസാരിച്ചു, അവര് തമ്മിൽ ഇടപെട്ടു, കൂട്ടായി എന്നുള്ളതല്ലാതെ ഈ പറയുന്ന സ്റ്റാൻലി തന്നെ ബബിതയുടെ വൈജയുടെ മോളാണ് എന്ന് അറിഞ്ഞത് നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ആയിരിക്കാം. അതിനു മുമ്പൊന്നും അറിയത്തില്ലായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശിവശങ്കര മേനോൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. കാരണം വൈജിക്ക് സംശയമൊന്നും തോന്നാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ശിവശങ്കര മേനോൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോഴും വൈജിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. വൈജി അപ്പോഴും സംശയത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ശിവശങ്കര മേനോനോട് പറയുകയാണ്. എനിക്ക് വല്ലാത്ത ഡൗട്ടുണ്ട്, ബാലചന്ദ്ര മേനോൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ പരിപാടിയൊക്കെ നടത്തുന്നത്? ഇത് എനിക്കെതിരെ കളിക്കുന്നത് തന്നെയാണ് ബാലചന്ദ്രൻ അറിയായിരിക്കും സ്റ്റാൻലി ആരാണെന്നും എന്താണെന്നും ഒക്കെ. അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോ വീണ്ടും നമ്മുടെ ശിവശങ്കരൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി മാറ്റി വിടുകയാണ്. അങ്ങനെയൊന്നും അല്ല വൈജ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരിക്കും, അങ്ങനെയൊന്നും അല്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇതിപ്പം യാദർശികവശാൽ സ്റ്റാൻലിയുടെ വീട്ടിൽ അലീനയെ കൊണ്ടുപോയി ജോലിക്കാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇതിപ്പം അങ്ങനെ സംഭവിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. മാത്രമല്ല ബബിതയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അത് നിനക്ക് മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഏകദേശം നമ്മുടെ വൈജയുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തു കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ശിവശങ്കര മേനോനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക. നമ്മുടെ ശിവശങ്കര മേനോനോടല്ല, സോറി, ഗംഗാധര മേനോനോട് ശിവശങ്കര മേനോൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക. അങ്ങനെ ഫോൺ എടുത്തിട്ട് നേരെ ഗംഗാധര മേനോനെ വിളിക്കുന്നു. ഗംഗാധര മേനോൻ രാത്രി എങ്ങാണ്ട് ഇവർ കിടക്കാറായ സമയമായിരുന്നു. മാലതി ഉണ്ട്, അതുപോലെ ഗംഗാധര മേനോനും ഉണ്ട്. അപ്പം രണ്ടുപേരും കൂടെ കിടക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഫോൺ ബെല്ലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കര മേനോനാണെന്നൊന്നും അറിയില്ല, ഇവര് ഫോൺ എടുക്കാതിരുന്നു. അപ്പോഴത്തേക്കും മാലതി പറഞ്ഞു, ഇപ്പൊ ഈ രാത്രിയല്ലേ, ആരാന്നൊന്നും നോക്കുക, ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നതായിരിക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നാ പിന്നെ ഗംഗാധര മേനോൻ ഓർത്ത് ഫോൺ എടുത്തേക്കാന്ന് ഓർത്ത് നേരെ പോയി ഫോൺ എടുത്തു. അങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ശിവശങ്കര മേനോൻ. അങ്ങനെ ശിവശങ്കര മേനോന്റെ ഫോൺ എടുത്തു കേട്ടോ. എടുത്ത ഉടനെ തന്നെ എന്താടാ ഈ രാത്രി വിളിക്കുന്നത്? നീ രാത്രി ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയാം, വെറുതെ വിളിക്കത്തില്ലല്ലോ, എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഈ രാത്രി വിളിച്ചതില് വലിയധികം ഉദ്ദേശങ്ങൾ ഉണ്ട് ഗംഗേട്ടാ. ദേ ഇവിടെ ആകെപ്പാടെ പ്രശ്നം വഷളായിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലിയും അതുപോലെ തന്നെ വൈജയും കൂടെ 24 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണെന്ന്. ഇത് കേട്ടത് ഒരൊറ്റ ഞെട്ടായിരുന്നു ഗംഗാധര മേനോൻ. അതെങ്ങനെ സംഭവിച്ചു, അതെവിടെ വെച്ച് സംഭവിച്ചു, എങ്ങനെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതൊരിക്കലും മനഃപൂർവ്വമുള്ളൊരു കണ്ടുമുട്ടലല്ലായിരുന്നു. കണ്ടുമുട്ടിയതൊക്കെ പൊക്കോട്ടെ, പക്ഷെ കണ്ടുമുട്ടിയ സാഹചര്യം വളരെയധികം വഷളാണ്. ബബിതയും സ്റ്റാൻലിയും ഒരുമിച്ചൊരു കോഫി ഷോപ്പിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പം വൈജയ്ക്ക് ഭയങ്കര സംശയങ്ങളാണ്. ബബിതയും സ്റ്റാൻലിയും അവരെങ്ങനെ കൂട്ടായി, അവരെങ്ങനെ കണ്ടുമുട്ടി, ബബിത സത്യങ്ങളൊക്കെ അറിഞ്ഞോ, എന്താണ് ഇവർക്കിടയിലെ ബന്ധം എന്നൊക്കെ ഭയങ്കര സംശയമായിട്ട് ഇവിടെ ബബിതേനെ തിരിച്ചും മറിച്ചും ഇട്ട് ചോദ്യം ചെയ്യായിരുന്നു. ബബിത പിടികൊടുത്തിട്ടില്ല. ബബിത പറഞ്ഞത് അലീന അവിടെ നിൽക്കുകയാണ്, സ്റ്റാൻലിയുടെ വീട്ടിൽ നിൽക്കുകയാണ്, അവിടെ സെർവന്റ് ആയിട്ട് അല്ലെങ്കിൽ ജോലിക്കാരിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായത്. അവിടെ അലീന ചേച്ചിക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് സ്റ്റാൻലി കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നയാള് അലീനയാണ്. അലീന അവിടുത്തെ സെർവന്റ് മാത്രമല്ല, അവിടുത്തെ രക്ഷാധികാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബബിത. ഏതായാലും അതിലിപ്പം തൽക്കാലം വിശ്വസിച്ചിരിക്കുകയാണ് വൈജ. പക്ഷേ അവക്കിപ്പോഴും മനസ്സിൽ സംശയമുണ്ട്, എല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞിട്ട് ബാലചന്ദ്രൻ മനഃപൂർവ്വം അലീനെ അവിടെ വിട്ടതാണോ എന്നും അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ വല്ലാത്തൊരു ഡൗട്ട് ഇപ്പോഴും വൈജയ്ക്കുണ്ട്. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് ഗംഗാധര മേനോൻ എന്തു മറുപടി പറയണമെന്ന് പോലും പറയാൻ അങ്ങനെ പറ്റണില്ല. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, മാലതി അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം ഇത് ചോദിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, നീ ഇപ്പൊ ഫോൺ വെക്ക് ശിവ, ഞാന് മാലതിയായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും മാലതി ചോദിച്ചു, എന്താ പ്രശ്നം അവിടെ, എന്താ പ്രശ്നം ഗംഗേട്ടാന്ന് ചോദിച്ചപ്പം അത് പിന്നെ കുറച്ച് പ്രശ്നമാണ് മാലതി. നമ്മുടെ സ്റ്റാൻലി ഇല്ലേ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി, നമ്മുടെ ആഗ്രയിൽ വെച്ച് വൈജയ്ക്ക് ഉണ്ടായിരുന്ന
വൈജയുടെ സ്വന്തം കാമുകൻ അവനും വൈജയും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതിങ്ങനെ കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളാലാണെന്ന്. ഇതെല്ലാം മാലതി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വലിയ പ്രശ്നമാവുന്ന കാര്യമാണല്ലോ ഗംഗേട്ട, ഇതിന് ഒരു പരിഹാരം വേണ്ടേ? ഇതിപ്പം ആകപ്പാടെ പ്രശ്നമാവൂലോ. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വൈജ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അല്ല, വൈജ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇനിയിപ്പം വൈജയുടെ മകളാണ് അലീന എന്നുള്ളൊരു സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിന് മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എങ്ങനെയെങ്കിലും സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ നോക്കണം എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരൻ പറഞ്ഞു, ഇതിപ്പോ ആകപ്പാടെ തലവേദന കേസായല്ലോ. ഇവള് കാരണം മനുഷ്യന് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ? ഇവള് കാരണം ഇങ്ങനെ ആങ്ങളമാർക്ക് ടെൻഷൻ അടിച്ച് ചാകുക എന്നുള്ളതല്ലാതെ ഇവളെ കൊണ്ടൊരു രക്ഷയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും മാലതി പറഞ്ഞു, അത് പഴയ കേസല്ലേ, അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വൈജനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. വൈജ ഒരിക്കലും തേടിപ്പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചതൊന്നും അല്ല. ഇതൊക്കെ അങ്ങനെയാണ്, സാഹചര്യങ്ങൾ മൂലം സംഭവിച്ചു പോകുന്ന കാര്യങ്ങളല്ലേ. ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതല്ലാതെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട്. അപ്പം ശിവശങ്കര മേനോനും അല്ല ഗംഗാധര മേനോനും അറിയാം, ശരിയാണ്, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ നമുക്കിങ്ങനെ സാഹചര്യം ഉണ്ടാവുമ്പം നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ. എനിക്ക് ആകെപ്പാടെ ടെൻഷനാണ്, കൂനുമേൽ കുരുവായി നിൽക്കുകയാണല്ലോ. ഇപ്പം ബാലചന്ദ്രനെ പേടിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ സ്റ്റാൻലിനെ പേടിക്കണം. ഇനിയിപ്പം സത്യങ്ങളൊക്കെ ബബിത അറിഞ്ഞിട്ടുണ്ടോ എങ്കിൽ ബബിതയെ പേടിക്കണം. ആ ഒരവസ്ഥയാണല്ലോ. ഇതെന്താണ് ഇവക്ക് മാത്രം ഇങ്ങനെ ഒരു നശിച്ചൊരു ജന്മമായി പോയല്ലോ വൈജയുടെ എന്നൊക്കെ പറഞ്ഞ് സ്വയം തന്നെ നമ്മുടെ ഗംഗാധര മേനോൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷൻ. ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ സ്റ്റാൻലിയോട് വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ് അലീന. അങ്ങനെ ആദ്യമായല്ല, വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന്റെ മനസ്സിൽ എന്താ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ അലീന വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സ്റ്റാൻലിയോട് ചോദിക്കുക. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് എന്ത് തോന്നാനാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കാരണം തോന്നാനൊന്നും ഇല്ലല്ലോ, തോന്നിയിട്ടും വലിയ കാര്യം ഒന്നുമില്ലല്ലോ. കഴിഞ്ഞു പോയ കാര്യങ്ങളും കഴിഞ്ഞു പോയ കഥകളും അതൊന്നും ഞാൻ എൻ്റെ മൈൻഡിലെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വെറുതെയാ. എൻ്റെ അമ്മേനെ കണ്ടപ്പം പപ്പായ്ക്ക് ഒന്നും ഓർമ്മ വന്നില്ലേ? അല്ല, എൻ്റെ പപ്പായ്ക്ക് എൻ്റെ അമ്മയുടെ ഒരു സ്നേഹം പോലും ഇപ്പം മനസ്സിലില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാ. അതൊക്കെ എനിക്ക് വെറുതെയാന്നറിയാം. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരേ ഒരു മോള് ഞാനല്ലേ, നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷനിലുള്ള ഒരേ ഒരു മോള് ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ലല്ലോ പപ്പ എന്ന് പറയുമ്പം അത് സാരമില്ല മോളെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതൊക്കെ പോട്ടെ, അതൊന്നും നമുക്ക് ബോധേടാക്കേണ്ട കാര്യമില്ല. അവൾക്കൊരു ജീവിതമായി, എനിക്കൊരു ജീവിതമായി, ഇനി എനിക്ക് നിന്റെ കാര്യം നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം വേറൊരു ചിന്ത എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അലീനയോട് ഇങ്ങനെ അലീനയെ സമാധാനിപ്പിക്കുകയാണ്. എന്നാലും അലീനയ്ക്ക് ഒരു ആഗ്രഹം, തന്റെ അച്ഛനെ അമ്മേനെ ഒരുമിച്ചുള്ള നിമിഷം ആ ഒരു സന്ദർഭത്തിൽ അലീനയും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അലീനയ്ക്കൊന്നും അലീനയുടെ കുറ്റമല്ലല്ലോ. അപ്പൊ എങ്ങനെ അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താട്ടോ. ഇനിയും ഉണ്ട് കൂടിക്കാഴ്ചകൾ കുറെ. സ്റ്റാൻലിയും വൈജയും തമ്മിൽ കൂടിക്കാഴ്ച മാത്രമല്ല, ഇനി അവർ പരസ്പരം അറിയുന്നതും പരസ്പരം അവർ ഒരിക്കലും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചവരല്ലെന്നും അവർക്ക് അവരുടെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയുടെ കുടുംബക്കാരും വൈജയുടെ കുടുംബക്കാരും ഒക്കെ ചേർന്നിട്ടാണ് ഇവരുടെ ബന്ധത്തെ തകർത്തതെന്നും ഒക്കെ അറിയുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഇനി വരാനിരിപ്പുണ്ട് കേട്ടോ. അപ്പം മിസ് ചെയ്ത് കളയരുതാരും. നമ്മുടെ വിശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.